14 കോടതി ക്ലിയർ ചെയ്ത ഒരു വിഷയം ഇയാൾ 14-നും 15-നും ചർച്ചയിലാണെന്നാ പറഞ്ഞത്. എന്നിട്ട് 15 ഉച്ചന്റെ ശേഷം ഈ വിധി വിചിത്രമായി കൃത്രിമമായി ഉണ്ടാക്കിയിട്ട് അത് മൂപ്പര അക്കൗണ്ടിലേക്ക് കൊണ്ടുവരുന്ന ഭയാനകരമായ ഒരു രംഗമുണ്ട്. അത് അടുത്ത പത്രസമ്മേളനമാണ്. അതൊന്ന് കേട്ടു നോക്കൂ. ഇനി ഞാൻ പറഞ്ഞതിന്റെ അടിസ്ഥാനത്തിൽ യമനിലുള്ള ഉത്തരവാദപ്പെട്ട പണ്ഡിതന്മാരെല്ലാം ചേർന്ന് ഈ കാര്യത്തിൽ ആലോചിക്കുകയും അങ്ങനെ വേണ്ടത് ചെയ്യാമെന്ന് എനിക്ക് അറിയിക്കുകയുമാണ് ചെയ്തിരുന്നത്. 3 കളവ് ഒറ്റയടിക്ക്. ആദ്യം പറഞ്ഞെന്താ? ഞാൻ പറഞ്ഞതനുസരിച്ച് നിങ്ങൾ പറയാൻ തുടങ്ങിയത് എന്നാ 14-ന് വിധി വന്നിട്ടുണ്ട്. 2 യമനിലെ പണ്ഡിതന്മാരെ ഒരുമിച്ച് കൂട്ടി. ഒരൊറ്റ ഒന്നിനെ കിട്ടിയിട്ടുള്ളൂ. അത് ഉമർ ഹഫീദാണ്. രണ്ടാമത്തെ ആളയിലില്ല. എന്നിട്ടൊരു ബലൊരു കേരളം പോലെ ആക്ക യമനി എന്ന് പറഞ്ഞാൽ. എന്നിട്ട് മൂപ്പർക്ക് കോടതി അറിയിച്ചു. കോടതി നിങ്ങൾ കക്ഷിയാണോ മുസ്ലിയാരെ? കോടതി നിങ്ങൾക്ക് എന്തിനാ അറിയിക്കാനാ? അതാ ജയിലിക്കല്ല അറിയിക്കേണ്ടി ശിക്ഷ നീട്ടിയെന്ന്. അത് മർക്കസിലാ ജയില്. അത് ഞങ്ങളൊക്കെ അനുഭവിച്ച സംഘടനാ ജയില്. അതിൽ തൂക്കിക്കൊല്ലാൻ വന്നാലോ വിവരം അറിയണ ജയിലാണ്. എന്നിട്ട് പറയട്ടെ, അടുത്ത നോണ തുടരട്ടെ. 3 നോണ ഒറ്റ ശ്വാസത്തിലാ. അടുത്ത് ഔദ്യോഗികമായി നമുക്ക് കോടതിയുടെ അറിയിപ്പ് തന്നെ ലഭിച്ചു. വിഷയത്തിൽ നിങ്ങളുടെ അഭിപ്രായം അനുസരിച്ച് ഞങ്ങൾ ചർച്ച ചെയ്ത് തീരുമാനമെടുക്കാൻ സമയം വരാൻ സാധ്യതയുള്ളതുകൊണ്ട് നാളെ കൊലപ്പെടുത്താമെന്ന ആ നിയമം മാറ്റി അല്പദിവസം നീട്ടിവെച്ചിരിക്കുന്നു എന്ന വിവരം എനിക്ക് ഔദ്യോഗികമായി അവർ അയച്ചു തരികയും ചെയ്തു. പച്ചയായ കളവാണ്. നാളെ നടക്കാനിരിക്കുന്ന വധശിക്ഷ മാറ്റിയിട്ടുണ്ട് എന്ന് എനിക്ക് വിവരം തന്നു. അല്ല, അത് അമ്മയുടെ ഹർജി പരിഗണിച്ച് കോടതി 14-ന് ഔദ്യോഗികമായി ലെറ്റർ കൊടുത്തതാണ്. ആ ലെറ്റർ ഇപ്പൊ നിങ്ങളുടേതായി വായിച്ചതാണ്. നിങ്ങൾ ചർച്ചയിലാണെന്ന് പറയുന്ന സമയത്തും അവിടെ തീരുമാനമായിട്ടുണ്ട്. ഒറ്റ ഡേറ്റും പൊളിഞ്ഞില്ല ഞങ്ങളെ മുഴുവൻ കഥയും. എത്ര നുണകൾ! എന്നിട്ട് എൻ്റെ അഭ്യർത്ഥന മൂലമൊന്നും അതിലുണ്ട് കത്തിലേ. എന്നിട്ട് അതിലൊരു വാട്ടർമാർക്കും ഗ്രാൻഡ് മുഫ്തി ഓഫ് ഇന്ത്യ ഓഫ് ആലെന്ന് പറയാത്ത ഭാഗ്യം. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കി, എവിടേക്കായി പോക്ക്? ആളുകൾ ഇത് കാണുന്നില്ലേ?